ക്രിസ്തുവില്ലാത്ത ക്രിസ്ത്യാനി. ദൈവ ഒരു നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ എഴുതിയ രണ്ടാമത്തെ പുസ്തകം ക്രിസ്ത്യൻ സാൻസ് ക്രൈസ്റ്റ് എന്ന് വെച്ചാൽ ക്രിസ്തു ഇല്ലാത്ത ക്രിസ്ത്യാനി എന്നാണ് മലയാളത്തിൽ നമ്മൾ പരിവർത്തനം ചെയ്യുമ്പോൾ ക്രിസ്തു ഇല്ലാത്ത ക്രിസ്ത്യാനി എന്നാണ്. ഈ ബുക്കിനകത്ത് പ്രതിപാദ്യ വിഷയം എന്താണെന്ന് വെച്ചിരുന്നാൽ, നമ്മൾ ഈ പഴയ നിയമം പഴയതല്ലയോ, പുതിയ നിയമത്തിലല്ലയോ കാര്യം ഇരിക്കുന്നത്. അപ്പോൾ പഴയ നിയമവും ഇവൻ അറിയത്തില്ല, പുതിയ നിയമവും ഇവൻ അറിയത്തില്ല. അതുകൊണ്ടാണ് 32 ചാപ്റ്റർ എടുത്താണ് ഞാൻ ഈ പഴയ നിയമം എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതിയത്. പഴയ നിയമത്തിൽ നമ്മളെ ദൈവം തമ്പുരാൻ പറഞ്ഞ് പഠിപ്പിച്ചു, പുതിയ നിയമത്തിൽ പ്രാക്ടിക്കലായിട്ടെല്ലാം കാണിച്ചു തന്നു. പഴയ നിയമം ആണ് നമ്മളെ പുതിയ നിയമത്തിലേക്ക് നയിക്കുന്നത്. ഈ പുസ്തകം പാട്രിഡ്ജസ് എന്ന് പറഞ്ഞ ഒരു പബ്ലിഷിംഗ് കമ്പനി, അമേരിക്കൻ കമ്പനിയാണ്. അവർ ആവശ്യപ്പെട്ടു, എനിക്ക് പരസ്യപ്പെടുത്തണമെന്നല്ലാതെ ഇതിൽ നിന്നും പൈസ ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഞാൻ ഒരു പുസ്തകം പോലും ഞാൻ വിറ്റിട്ടില്ല. എല്ലാം ഓരോരുത്തർക്ക് കൊടുക്കുമായിരുന്നു. 100ഉം 500ഉം ഒക്കെ കൊടുക്കുമായിരുന്നു. എന്തിനാ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. ദൈവത്തിൻ്റെ മക്കളത് വായിച്ച് വിവരം ഉണ്ടാകുന്നതിന് കൊടുക്കുമായിരുന്നു. ഇവരാവശ്യപ്പെട്ടപ്പോൾ ഞാൻ അവർക്ക് പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ കൊടുത്തു. അതിന് പ്രതിഫലമായിട്ട് അവർ എനിക്ക് 100 കോപ്പി അയച്ചു തന്നു. ഇത് ഞാൻ പ്രിൻ്റ് ചെയ്തതിനേക്കാൾ എൻ്റെ ഈ ബുക്കുകളെല്ലാം എനിക്ക് പ്രിൻ്റ് ചെയ്ത് തന്നത് OM ബുക്സാണ്. അവരോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇവർ ഇതെടുത്തിട്ട് വളരെ മനോഹരമായിട്ട് പ്രിൻ്റ് ചെയ്ത് വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ നടത്തി. ക്രിസ്ത്യൻ സാൻസ് ക്രൈസ്റ്റ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ 32 ചാപ്റ്ററിനകത്ത് പഴയ നിയമം എന്താണെന്നും പുതിയ നിയമവും പഴയ നിയമവുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നും, വ്യത്യാസം പഴയ നിയമല്ലയോ പഴയത്, അതൊക്കെ പോയി, യേശു തമ്പുരാൻ വന്ന് അതെല്ലാം മാറ്റി. അത് തെറ്റാണ്. അതായത് യേശു തമ്പുരാൻ പറഞ്ഞു, ഞാൻ വന്നത് പഴയതിനെ മാറ്റുന്നതിനല്ല, പിന്നെന്തിനാ? പഴയതിനെ ഉറപ്പിക്കുന്നതിന് അത്രയെന്ന് പറഞ്ഞു. അത് വെളിവാക്കാൻ ഞാൻ എന്നെക്കൊണ്ടാവുന്നത് പോലൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഞായറാഴ്ച ദിവസങ്ങളിൽ ആ പള്ളിയിൽ എന്താ നടക്കുന്നത്? സാക്രിഫൈസ്. അവിടെ എന്താ നടക്കുന്നത്? യാഗം. അവിടെ എന്താ നടക്കുന്നത്? ബലി. ഇതൊക്കെ വിഡിതമാണ്. അങ്ങനൊന്നും ഞായറാഴ്ച നടക്കുന്നില്ല. ഞായറാഴ്ച നടക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഏകയാഗം ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കാൽവരിയിൽ നമ്മുടെ കർത്താവ് കുരിശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ നടത്തുന്നതാണ് ഈ കുർബാന എന്ന് പറയുന്നത്. അല്ലാതെ അതൊരു യാഗമല്ല. ഏകയാഗം 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 എന്ന് ടൈം ആൻഡ് അഗെയിൻ ഞാൻ പറഞ്ഞിട്ട് ആൾക്കാരെ ധരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. വേറെ യാഗങ്ങളൊന്നും നടന്നിട്ടില്ല, നടക്കാൻ പാടില്ല. അത് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ യേശുതമ്പുരാൻ ഇവരോട് എല്ലാ കാര്യവും പറഞ്ഞ് ശിഷ്യന്മാരെ എല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു വാചകം പറഞ്ഞു, ഫോളോ മീ. ഫോളോ മീ എന്ന് പറഞ്ഞിരുന്നാൽ നിങ്ങളുടെ വള്ളവും വലയും എല്ലാം വിട്ടിട്ട് എൻ്റെ പുറകെ വാ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതാണ്. ഞാൻ ഈ വായനക്കാരോട് യേശുവിൻ്റെ ആ വാക്ക് റിപ്പീറ്റ് ചെയ്തതാണ്, ഫോളോ മീ. അതിൻ്റെ അർത്ഥം നമ്മൾ യേശു എങ്ങനെയാണ് ജീവിച്ചതെന്ന് നോക്കി പഠിക്കണം. എന്നിട്ട് യേശു ജീവിച്ച പോലെ അങ്ങ് ജീവിക്കാൻ ശ്രമിക്കണം. തെറ്റുകളും കുറ്റങ്ങളും പാപവും എല്ലാം വരും. പക്ഷേ എങ്കിലും നിങ്ങൾ ശ്രമിച്ചല്ലോ, ശ്രമിച്ച് പരാജയപ്പെട്ടതല്ലയോ. അതുകൊണ്ട് ഫോളോ മീ എന്നുള്ളതാണ് ഈ ക്രിസ്ത്യൻ സാൻസ് ക്രൈസ്റ്റിൻ്റെ ഏറ്റവും
ഒടുവിലത്തെ ചാപ്റ്റർ. ഇതിൻ്റെ ഡെഡിക്കേഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഡെഡിക്കേറ്റഡ് ടു മൈ തിയോളജിക്കൽ പ്രൊഫസർ ദ ഹോളി സ്പിരിറ്റ്, 1 John chapter 2 verses 27. അതിൻ്റെ അർത്ഥം, വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു തിയോളജിക്കൽ പ്രൊഫസറുണ്ട്. അദ്ദേഹത്തിൽ കൂടെ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ വേദപുസ്തകം പഠിച്ചെടുക്കാം. അദ്ദേഹത്തെ കൂടാതെ നിങ്ങൾ എത്ര പൊട്ട PhD എടുത്തിരുന്നാലും ഒരു പ്രയോജനവുമില്ല. കാരണം ഇത് പരിശുദ്ധാത്മാവിനെ ആശ്രയമാക്കിയുള്ള ഒരു പഠനമാണ്. പഠിപ്പിക്കുന്ന ആരാണ്? പരിശുദ്ധാത്മാവ്. ആ 1 John chapter 2 verses 27 ധ്യാനിച്ചിട്ട് നിങ്ങൾ വേദപുസ്തകത്തിലെ ഏത് കടിച്ചാൽ പൊട്ടാത്ത ഒരു വാക്യവും എടുത്ത് വായിച്ചിട്ട് കണ്ണടച്ചിട്ടൊന്ന് ധ്യാനിക്കുക. നിങ്ങൾക്കെല്ലാം മനസ്സിലാകും. അതെങ്ങനെ മനസ്സിലാകും? പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിവാക്കി തരും. ഇത് വെളിവാക്കുന്നതാണ് ഈ പുസ്തകത്തിൻ്റെ ഡെഡിക്കേഷൻ. ഇത് എനിക്കിത് എഴുതി നിങ്ങൾക്ക് തരാൻ ഇടയാക്കിയ കർത്താവിന് സ്തോത്രം. പുസ്തകം ആവശ്യമുള്ളവർ വിളിക്കേണ്ടുന്ന നമ്പർ 9746681444. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9746681444.